ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഞാനാണ് ഗോഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മുടെ ഒരു മറ്റേ ഫാർം ഉണ്ടാക്കാനാണ്. ഫിഷ് ഫാർമും വീടിപ്പോൾ പണിയുടെ മറ്റേ അങ്ങോട്ട് നോക്കണ്ട, ഇവിടുത്തെ മരമെല്ലാം വെട്ടിക്കളഞ്ഞ് ഫിഷ് ഫാർം ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ അതിനായിട്ട് നോക്കുമ്പോഴായിരുന്നു നമുക്ക് റെസ്റ്റോറൻറ്റ് ആണ്. റെസ്റ്റോറൻറ്റിന് വേണ്ടി ഒരു മൈനിങ് ഏരിയ കൂടെ സെറ്റാക്കുന്നതായിരിക്കും. ഞാൻ ആദ്യം നിന്ന് സ്ഥലം കണ്ടു, അവിടെയാണ് മൈനിങ് ഏരിയ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് മൈനിങ് ആൻഡ് ഫിഷ് ഫാർമിങ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മൈനിങ് ചെയ്യാം. നമുക്ക് ഏറ്റവും അടിയിലോട്ടൊന്ന് പോകാം. എവിടെയായിട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഈ മൂലക്കാട്ട് ചെയ്താലേ ഇത് ഇവിടെ ആയിട്ട് ചെയ്യാം. സിംഗിൾ ബ്ലോക്കിലാണ് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എൻ്റെ റെസ്റ്റോറൻറ്റ് വേറൊന്നുമില്ല. റെസ്റ്റോറൻറ്റ് എൻ്റെ അടുത്ത് പിടിക്കുന്നു. ഫസ്റ്റ് തന്നെ കൂടി കിട്ടിയിട്ടുണ്ട്. വിളിച്ചപ്പോൾ ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ബോറിങ്ങാണ്. അപ്പോൾ നിങ്ങൾ ഇത് അപ്പോൾ നിങ്ങളിത് ഞാൻ നല്ല നല്ല സാധനങ്ങൾ കിട്ടുമ്പോൾ ഓരോ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. എന്തുവാ ലാപ്പീസ് ഇപ്പോൾ നമുക്ക് വേണ്ടത് കോളാണ്. ലാപ്പീസ് എന്തായാലും ഇവിടെ 3 ഉണ്ട്. ഇതിനകത്ത് തന്നെ 5-6 കിട്ടും. ഇതിവിടെ ഇങ്ങനെ വെച്ചേക്കാം. അയണായിട്ട് നമുക്കിതെടുക്കാം അല്ലേ. ഇവിടെ കുഴിക്കാം. അപ്പോൾ ഗൈസ് പിന്നെയും കുഴിയാണ്. കുഴിച്ച് ഡിസ്പ്ലേറ്റിലെത്തി. ഇനിയും കുഴിക്കും, പിന്നെ ഡിസ്പ്ലേറ്റ്. നമുക്ക് ഏറ്റവും അടിയിൽ പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ അടിയിലെത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് സാധനം കിട്ടിയില്ല. സാധനം കിട്ടിയായിരുന്നു ഗൈസ്. ഞാൻ നേരെ ചോദിച്ചു, കിട്ടിയില്ല അങ്ങനെ ചോദിച്ചു പോവുക. ഇനി ഇതപ്പം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു പോവുക. അത് തിരിച്ചു വന്നെന്തായാലും തോന്നി. സാധനം കിട്ടിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഗൈസ്, ഇപ്പോൾ ഒരു കാര്യം ഓർത്തത്. ഇത് പൊട്ടിക്കണമെങ്കിൽ അയൺ പിക്കാക്സ് വേണ്ടേ? അങ്ങനെന്തോ അല്ലേ? അതെ, അയൺ പിക്കാക്സ് തന്നെ. ഇനി തിരിച്ചു പോകണം. ഞാനത് എല്ലാം സെറ്റ് ചെയ്ത് പിക്കാക്സ് എല്ലാം ഉണ്ടാക്കി. ഇനി തിരിച്ചു പോവാം. ഇനി തിരിച്ചു പോയിട്ട് കാണാം. പെട്ടെന്ന് ഉണ്ടാക്കണം. ഉള്ളെടുത്ത് മെറ്റിയാൻ വെക്കുക. കോളെടുക്കുക. കോളല്ല, പേപ്പർ. ഇതെല്ലാം എടുത്ത് ഇതിനകത്ത് വെക്കട്ടെ. പെട്ടി. പിന്നെ 3 അയൺ, 2 വടി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പിക്കാക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കോപ്പറും കൂടെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചാൽ മറ്റേ വില്ലേജ് കൊണ്ടേന്ന് കിട്ടിയതാ. മറ്റേ ആ ഒരു ഇത് വരുന്നത് ബ്ലാസ്റ്റ് പറഞ്ഞിട്ട് അതിന് താഴോട്ടിറങ്ങാം. ഇത് ഭയങ്കര ഡാർക്ക. എന്തോരം താഴോട്ട് പോകണം ഗൈസ്. ബിൽഡിങ് കേട്ടോ. അടുത്ത എപ്പിസോഡ് മിക്കവാറും ഇത് ബിൽഡിങ് എപ്പിസോഡായിരിക്കും. ഇതൊന്ന് കുറച്ചും കൂടെ വലുതാക്കി ബിൽഡ് ചെയ്യണം. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടിക്കുക. എത്തിയിട്ടുണ്ട്. ഇവിടെ നിറച്ചിരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് നാളത്തേക്കുള്ള ആവശ്യത്തിനുള്ളതുണ്ട്. ഭാവിയിലൊന്നും പോരായിരിക്കും, എന്നാലും ഇപ്പോഴത്തെ ആവശ്യത്തിന് ഇത് ധാരാളം. 32 ഉണ്ട്. കുറച്ച് 32 അല്ല 38 കണ്ടാന്നോട്ടെ. ഒരു ബ്ലോക്ക് പോലിട്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. 38 അയണല്ല, സോറി, റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നേരെ മേളിൽ പോയിട്ട് പിന്നെയും കാണാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഒരു നിൽക്കിരിക്കേ ഇതിന് കുറച്ച് അയൺ എടുക്കാം. അപ്പോൾ ചെസ്റ്റ് ഉണ്ടാക്കി ഒരു ഹോപ്പർ ഉണ്ടാക്കണം.
പിന്നെ ഒരു റബ്ബർ ഉണ്ടാക്കണം. പിന്നെ നോട്ട് ബ്ലോക്ക് ഉണ്ടാക്കണമല്ലോ. നോട്ട് ബ്ലോക്ക് ഇവിടെ അത് നോട്ട് ബ്ലോക്ക് ഒക്കെ കളി കോള ഇതാണല്ലോ റെസ്റ്റ്. അവിടെ നോട്ട് ബ്ലോക്ക്, അതെ നോട്ട് ബ്ലോക്ക് കിട്ടി. ഓ രാത്രി പെട്ടെന്ന് അയ്യോ പെട്ടെന്നല്ല പെട്ടെന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ മാർക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഓഫർ പിന്നെ നോട്ട് ബ്ലോക്ക് ഇത്രയും സാധനം ഈ വെറും ഈ എത്ര 1 2 5 സാധനം അല്ല 6 സാധനങ്ങളാണ് വേണ്ടത്. ഈ 6 സാധനം ഉണ്ടെങ്കിൽ മാത്രം മതി ഒരു ശരി സാധനങ്ങൾ വേണം കേട്ടോ. നമുക്ക് ചൂണ്ട വേണം, ചൂണ്ട കിട്ടിയിട്ടില്ല. സ്ഥലം കൊല്ലം രാത്രി വേണം. അത് നമുക്ക് വീഡിയോ ഇറക്കി നമുക്ക് ചെയ്യാം. പിന്നെന്താ നമുക്ക് എന്തായാലും ഉണ്ടാക്കി വെക്കാം. സാധനങ്ങൾ ഇട്ട് അറിയിട്ടുണ്ട്. ആ കൊള്ളാം, അതിട്ട് കൊടുത്തേക്കാം. അത്ര ഉള്ളല്ലേ. അത് ഇത്ര ഉണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊന്നുമല്ല. എവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ്. അടുത്ത എപ്പിസോഡിൽ ഒന്നെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കാം. കാരണം വില്ലേജ് ഓപ്പറേറ്റർ ഉണ്ടാക്കണം. അതുകൊണ്ട് നല്ല അത് നമുക്ക് ഓക്കെ. എന്നിട്ട് ടെസ്റ്റ് വെക്കണം. ഇങ്ങനെയല്ല സോറി പിന്നെ ഇവിടെ ഓപ്പർ വെക്കണം. ഇത് വെക്കണം. ഇതിനകത്ത് പ്രശ്നത്തിലേക്ക് വേണം. ഞാൻ ചെയ്തിട്ട് മെസ്സേജിലൊക്കെ പറഞ്ഞു അതേസമയം പ്ലേറ്റ് എടുക്കുന്നുണ്ട്. അടുത്ത് കൊടുത്ത് ബ്ലോക്ക് വെച്ചിട്ട് ഇതെടുത്ത് നമുക്ക് ഇവിടെ ഇത്ര ഉള്ളു. ഇത്രയുള്ളൂ. എന്താണ്
നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ ചെറിയ തെറ്റുണ്ട്. അതെടുത്ത് ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയോടല്ലല്ലോ ഇപ്പം നിൽക്കണേ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ കഥയാണ്. ചൂണ്ട വേണം. നേരിട്ട് രാത്രി യുദ്ധം ചെയ്യാൻ പോയതാണ്. യുദ്ധം ചെയ്ത് സാധനം കിട്ടിയിട്ടുണ്ട്. 5 സ്ട്രിങ്. 3 എന്തോ ആണ് വേണ്ടത്. 3 കിട്ടി. ബട്ട് എനിക്കൊരു വിശ്വാസക്കുറവ്, അതുകൊണ്ട് ഞാൻ 5 എടുത്ത്. പോയെടുത്തല്ല, ഞാൻ പോയി അവരെ കൊന്നു. ഇതൊക്കെ ഇപ്പം കഴിഞ്ഞ കുറെ പൊട്ടാറ്റോ ഉണ്ടായിരുന്നില്ല. ബുക്കൊക്കെ കൊണ്ടുപോകാം. ഇവിടെ കൊണ്ടുപോകാം. ഓക്കെ, അതേണ്ട ഒരു സ്ട്രിങ്. ഓക്കെ, സ്ട്രിങ് നല്ല സാധനമാണ്. എനിക്ക് അറിയാം. പിന്നെ നേരെ വീട്ടിലോട്ട് പോവാം. നല്ല പണി കിട്ടി. എൻ്റെ ഹാപ്പി നോക്കി. എല്ലാം അമ്മ ഓടിച്ച് കയറ്റിയതാണ് വീട്ടിലോട്ട്. ഓക്കെ ഓക്കെ, ശരിക്കും ഓക്കെ. ഇപ്പോൾ ഒരു സ്കെൽട്ടൺ വരുന്നു, ഒരു അമ്പ് വിടുന്നു, ഡെത്ത്. ഈ മൈൻക്രാഫ്റ്റ് ഇപ്പോൾ എത്ര ദിവസമായി? 25 ദിവസമായി. ഇതിലോട്ടും മരിച്ചിട്ടില്ല. ഒരു പ്രോ പ്ലെയർ തന്നെ. അടുത്ത ഹാർഡ് കോർ ആയിരിക്കും കളിക്കാൻ പോണത്. അതെ ഗൈസ്, ഹാർഡ് കോർ. നമ്മുടെ വീട് അയ്യോ ഇവിടെ എന്തായിരുന്നു? തിരിഞ്ഞു പോയി. ഇനി അവിടെ വരെ അടക്കണം. ഗൈസ്, അപ്പോൾ ഇവിടുത്തെ വീട്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് വളരുന്നുണ്ട്. എടുക്കണം. ഇപ്പോൾ ചെറിയ പണിയില്ല. നമ്മൾ പണി ചെയ്യുമ്പോൾ പണിയാണ്. നല്ല സ്പീഡില്ല. എനിക്കൊരു കുതിര വേണം. കുതിര വേണമെങ്കിൽ കുറച്ച് അയണ്ട ആവശ്യം, ഒരയണ്ട ആവശ്യം ഉണ്ട്. സാണെങ്കിൽ ഇത് പുതിയ എത്ര ചൂണ്ട വേണം, എത്ര ഇത് വേണമെന്ന് അറിയില്ല. 2 ഫ്രീ ആയിരുന്നു. ഞാൻ ഇത്തിരി ഇതായി. കയ്യിൽ മുമ്പ് പറഞ്ഞ പോലും ഇല്ലായിരുന്നു കേട്ടോ. ഈ ചെസ്റ്റ് വിളിച്ചെടുത്ത് ഇത് വിളിച്ചുണ്ടാക്കാം. ആവശ്യമില്ലാത്തൊക്കെ അതിനകത്ത് നമ്മൾ ബിൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഒക്കെ അങ്ങോട്ട് പോവാം. അങ്ങനെ താഴെ മനുഷ്യത്തെ കാലൊടിഞ്ഞ്. ബൂട്ട്സ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഇല്ലേ? അതാണ് നമ്മുടെ മറ്റേ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു നിൽക്കുക. തറ വീഴുമ്പോൾ ഡാം വെക്കാത്ത. അപ്പോൾ ഈ ഡാം വെക്കാത്ത ബൂട്ട്സ് ഇല്ലെങ്കിലും നമ്മുടെ ഈ നോർമൽ അയൺ ബൂട്ട്സൊക്കെ വെച്ച് ഡാം കിട്ടാതിരിക്കുക. ഒന്ന് കമൻറ്റിൽ പറയാം. എവിടെയാണല്ലോ ഉണ്ടാക്കിയത്? എവിടെയായിട്ടായിരുന്നു? എവിടെയായിട്ടായിരുന്നു? അവിടെ പണി കിട്ടിയെന്ന് തോന്നുന്നു. ഗൈസ് കിട്ടിയിട്ടുണ്ട്. പേടിച്ചു അവള്.
ഓക്കെ, ഇത്ര ഉള്ളു. ഇനി ചെയ്ത് നോക്കാം. അയ്യോ, ഇങ്ങനെയല്ലല്ലോ. കറക്റ്റായിട്ട് ഇവിടെ നിൽക്കണം. കറക്റ്റായിട്ട് നിൽക്കണം കഴിച്ചാണ്. അങ്ങനെ ഇന്ന് പക്ഷെ ഇത് കറക്റ്റായിട്ട് ഓക്കെ. ഇനി ചൂണ്ടയിടണം. ചൂണ്ടയിട്ട് ചിലപ്പോൾ മീൻ കിട്ടും, വർക്കായ കിട്ടും. കേട്ടോ, ഡിസൈൻ വർക്കാവുമെന്ന് എനിക്കൊരു ഭയം. ഡിസൈൻ ഫെയിലായി ഗൈസ്. ഇങ്ങനെയാണ് ഇങ്ങനെയാണോ ചൂണ്ട? ഇങ്ങനെയില്ല. ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു മീൻ വന്ന് കൊടുങ്ങും. ഡിസൈൻ കൊള്ളത്തില്ലെന്ന് തോന്നുന്നു. എന്താണ് മീൻ വരുന്നത്? ഡിസൈൻ ഫെയിലായി. ഇപ്പം മീൻ വന്നു. എന്തായാലും ബോട്ട് കിട്ടി. ബോട്ട് കിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഡിസൈൻ നമ്മളെ വീഡിയോ തീർന്നിട്ടുണ്ട്. ചെറുതായിട്ട് നമ്മുടെ ഫിഷ് ഫാർമ് കുളമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഈ ഫിഷ് ഫാർമ് ഒന്ന് റെഡിയാക്കണം. പിന്നെന്തുവാ, നമ്മൾ അടുത്ത എപ്പിസോഡിൽ മിക്കവാറും നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ മൈനിങ് ഏരിയ, അതും കൂടെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യണം. പിന്നെ അടുത്ത ഫിഷ് ഫാർം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് വീഡിയോ ഒന്ന് ചെറുതായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ബൈ. എപ്പിസോഡിൽ കാണാം. എന്നൊരു കാര്യം മറന്നുപോയി പറയാൻ, സബ്സ്ക്രൈബ് ചെയ്യുക.